ഇപ്പോൾ റോഷി, ബെയിലി പാലത്തിൻ്റെ അവിടെ എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ തെരച്ചിൽ ഈ സ്കൂൾ കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഈ ക്യാമറയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്കൂളിൻ്റെ പരിസരത്തുള്ള തെരച്ചിലാണോ? അരുൺകുമാർ, ബെയിലി പാലത്തിൻ്റെ തൊട്ട് ഇടതുഭാഗത്ത്, ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടതുഭാഗത്ത് ആ ദൃശ്യങ്ങൾ കാണാം. ഈ ബെയിലി പാലത്തിൻ്റെ ഒരു ഭാഗത്ത് ബെയിലി പാലത്തിൻ്റെ ഭാഗം കൂടുതൽ ബലപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഈ മണ്ണുമാന്തി യന്ത്രം വെച്ച് ചെയ്യുന്നുണ്ട്. കാരണം കൂടുതൽ മണ്ണ് ഇങ്ങോട്ടേക്ക് മാറ്റി, പാറ കഷ്ണങ്ങൾ ഉൾപ്പെടെ മാറ്റി ഇവിടെ ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ബലപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. മറുഭാഗത്താണ് സ്കൂളിൻ്റെ മൈതാനി. അവിടെ ഇന്നലെയും തെരച്ചിലുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ഇന്നും ആ തെരച്ചിൽ 3 മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ഈ സ്കൂൾ മൈതാനിയിൽ മണ്ണ് നീക്കുന്നത്. മണ്ണും ചെളിയും പാറക്കല്ലുകളും ഒക്കെ അവിടെ നീക്കം ചെയ്ത് അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അവിടെ മുഴുവൻ ഈ കുത്തിയൊഴുകി വന്ന ചെളിയും മണ്ണുകളുമാണ്. കൂടുതലായി ഇവിടെ ചെളിയേക്കാൾ കൂടുതൽ മണ്ണ് തന്നെയാണ്. അതുകൊണ്ട് ഈ മണൽ നീക്കം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ആ പ്രവർത്തനം നടക്കുന്നു. അവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഒപ്പം സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്. മണ്ണ് നീക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യമുണ്ടെങ്കിൽ അത് എടുക്കാൻ അവിടെ രക്ഷാപ്രവർത്തകർ ഉണ്ട്, നിരീക്ഷിക്കുന്നു. മറുഭാഗത്തും സജീവമായി തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. ഇന്നലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ, മന്ത്രിമാരുടെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനം ഇതാണ്. മുഴുവൻ ഭാഗങ്ങളിലും ഈ ഉരുൾപൊട്ടലുണ്ടായ എല്ലാ ഭാഗങ്ങളിലും തെരച്ചിൽ നടത്തുക. അത് മണ്ണുമാന്തി യന്ത്ര സഹായത്തോടെയുള്ള തെരച്ചിൽ നടത്തുക. അത് നടപടിക്രമമാണ്. പാറക്കല്ലുകൾ പരമാവധി നീക്കം ചെയ്യുക. എവിടെയെങ്കിലും മനുഷ്യ സാന്നിധ്യമുണ്ടോ, മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അത് പരിശോധിച്ച് കണ്ടെത്തുക എന്ന തീരുമാനം. അത് പൂർത്തിയായാൽ മാത്രമേ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ ഭാഗത്ത് വരുമ്പോൾ പുത്തുമലയിലടക്കം തമിഴ്നാട്ടിൽ നിന്നും വന്ന, തമിഴ്നാട് സർക്കാർ അയച്ച വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ ഇങ്ങോട്ടേക്ക് വരുന്ന കാഴ്ചകളുണ്ടായിരുന്നു. ഇത് കേരളത്തിലെ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് അവിടെ നിന്ന് തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തെ, തമിഴ്നാട് പോലീസിനെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് അയക്കുകയും അതിനൊപ്പം തന്നെ അവിടുന്ന് യന്ത്രങ്ങൾ, വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ ഇടത്തേക്ക് അയച്ചിരുന്നു. അത് 1ഉം 2ഉമല്ല, അതിൽ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ അയച്ചിരുന്നു. അത്രയേറെ ഒരു പിന്തുണ തൊട്ട് അടുത്തുള്ള തമിഴ്നാട് സർക്കാർ MK സ്റ്റാലിൻ കാണിച്ചു, നൽകിയിട്ടുണ്ട് എന്നത് പ്രത്യേകത. മറുഭാഗത്ത് നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചത് കാണാം. ഒപ്പം ഈ ബെയിലി പാലത്തിലൂടെയല്ല ആളുകളെ കടത്തിവിടുന്നത്. തൊട്ട് സമീപത്ത് നേരത്തെ തയ്യാറാക്കിയ താൽക്കാലിക പാലം വഴിയാണ് രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഈ ഇടത്തേക്ക്, രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈ മേഖലയിലേക്ക് പോവുക. തിരിച്ചു പോകേണ്ടതും അതുവഴിയാണ്. മറുഭാഗത്ത് ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന പ്രവർത്തനങ്ങളും അവിടെ മണ്ണ് മാറ്റിക്കൊണ്ട് അവിടെയുള്ള തെരച്ചിലും മറുഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഈ ചുറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന മേഖലയിൽ നിന്നും പതുക്കെ മാറുമ്പോൾ അത് ഈ വെള്ളം ഒഴുകിപ്പോകുന്ന ദിശയിലൊക്കെ ഇന്നലെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അങ്ങേ അറ്റത്ത് കുറച്ച് വിദൂര ദൃശ്യം കാണാം. അവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ ആണ്. ഓറഞ്ച് വസ്ത്രം, അത് ഫയർ ആൻഡ് റെസ്ക്യൂ ആണ്. അവരും അവിടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ. അവിടെ കുറച്ച് താഴ്ചയുണ്ട്. അവിടെ ഒരു വളവാണ്. വെള്ളം നേരെ അവിടെ ഇടിച്ച് അവിടെ നിന്ന് നേരെ ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് മുന്നോട്ടേക്ക്, അത് സൂചിപ്പാറയിലേക്ക് പോവുകയായിരുന്നു. അവിടെ ആ ഭാഗങ്ങളിൽ തെരച്ചിൽ പുരോഗമിക്കുന്നു. ഈ നിറയെ ഈ വെള്ളം ഒഴുകിപ്പോയ ഭാഗങ്ങളിൽ ചെറിയ കല്ലുകൾ കാണാം. നേരത്തെ മറുഭാഗത്ത് വലിയ കല്ലുകൾ, ഇവിടെ നിറയെ ചെറിയ കല്ലുകൾ നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ക്ഷേത്രമായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ നമ്മൾ ഇന്നലെയൊക്കെ കാണിച്ചാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു അവശേഷിപ്പ് മാത്രമാണ്. വലിയൊരു ആൽമരം, ഓർമ്മയായി ഇവിടെ വലിയൊരു ആൽമരം മാത്രം കിടക്കുന്നുണ്ട്. അവിടെ അവശേഷിപ്പ്. ഇവിടെ വലിയ ചതുപ്പാണ്. ഈ ക്ഷേത്ര പരിസരത്ത് മുഴുവൻ മണ്ണ്, ഏതാണ്ട് ഒരാൾ പൊക്കത്തിന് മുകളിൽ മണ്ണ് കെട്ടിക്കിടക്കുന്നുണ്ട്. അത് ചതുപ്പാണ്. നേരത്തെ ഒരാൾ അതിനകത്തേക്ക് കാല് താഴ്ന്നു പോയിരുന്നു. ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ആർമി ആളുകളാണ് അയാൾ അവിടുന്ന് രക്ഷപ്പെടുത്തിയത്. അത്തരത്തിൽ ഇവിടെ ഇനി സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ അവശേഷിപ്പുള്ളത്. പലയിടങ്ങളിലും വലിയ കുഴികൾ, ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഗർത്തങ്ങളിലാണെങ്കിൽ റോഷി നിൽക്കുന്ന സ്ഥലത്തുള്ള ഫ്രെയിമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയാണ് ആ ശിവക്ഷേത്രം ഉണ്ടായിരുന്നത്. ആ ശിവക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു ആൽമരം മാത്രമാണ്. ഇന്ന് ആൽമരം മാത്രമേ ഇങ്ങനെ ഏകരായി നിൽക്കുമ്പോൾ ആ ശിവക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയ ഒട്ടേറെ മനുഷ്യരുണ്ട്. അവിടെ ഈ ഉത്സവത്തിനും പെരുന്നാളിനുമൊക്കെ മനുഷ്യർ മതമൊക്കെ മറന്നിങ്ങനെ പരസ്പരം വന്ന് പങ്കുചേരുകയും ആഘോഷങ്ങളിൽ പങ്കെടുത്ത് പോവുകയൊക്കെ ചെയ്യുന്നതായി അവിടുത്തെ നാട്ടുകാരൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഒരു അവശിഷ്ടവും അവിടെ ഇല്ല, അല്ലേ?
അരുൺകുമാർ, ഈ ക്ഷേത്രത്തിൻ്റെ ഒരു അവശേഷിപ്പെന്ന് പറയാം. അവിടെ കുറച്ച് തറകളാണ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നതിൻ്റെ ഒരു അവശേഷിപ്പെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ അവിടെ കിടക്കുന്നുണ്ട്. ചെങ്കല്ലുകൊണ്ട് തയ്യാറാക്കിയ ഒരു മനോഹരമായ ക്ഷേത്രം. ഒരു ആൽമരമുണ്ട്. ആ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത്. അവിടെ കെട്ടിടമായി നിന്നിരുന്നത് നമുക്ക് ഇപ്പോൾ അതിൻ്റെ അവശേഷിപ്പ് നോക്കുമ്പോൾ ഒരു 5 കെട്ടിടങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു മനോഹരമായ ഒരു ക്ഷേത്രത്തിനപ്പുറത്തേക്ക് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഇത്. നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. അത്രയേറെ മനോഹരമാണ്. അതിൻ്റെ നേരെ കിഴക്ക് ഭാഗത്താണ് ഏതാണ്ട് നട്ടുച്ച നേരത്തും കോട മഞ്ഞാണ്. മിനി ഊട്ടി എന്ന് ആ ഒരു വിശേഷണം ഈ പ്രദേശത്തിന് നൽകിയതിൽ ഒരു തെറ്റുമില്ല. കാരണം അത്രയും മനോഹരമായ കാഴ്ചയാണ്. അത്രയും ഒരു മനോഹരമായ വലിയ സാംസ്കാരിക മുന്നേറ്റം കൂടിയുള്ള പ്രദേശമാണെന്ന് ഇവിടെ എത്തിയപ്പോൾ കഴിഞ്ഞ ഒരു 5 ദിവസത്തിന് മുകളിൽ ഇവിടെ ചെലവഴിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ, ഈ മേഖലയെക്കുറിച്ചുള്ള പാട്ട്, വീഡിയോ ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ UP സ്കൂളിലെ ടീച്ചർ കുട്ടികൾക്കൊപ്പം സൈക്കിൾ ഓടിക്കുന്ന ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ, അതൊക്കെ കാണുമ്പോൾ കൃത്യമാണ് വലിയ സാംസ്കാരിക മുന്നേറ്റം കൂടിയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ചൂരന്മല എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ മനോഹരമാണ്. ആ ഒരു മനോഹരമായ ഒരു പ്രദേശമാണ് ഈ പ്രകൃതി ദുരന്തത്തിൽ ഓർമ്മയായി മാറുന്നത്. അതിൻ്റെ ഒരു അവശേഷിപ്പുകളാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ്.